ഗൈസ് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ സ്ട്രീം ഗൈസ്. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. എല്ലാവർക്കും വെൽക്കം. പുറകിൽ ഒരാൾ കിടക്കണുണ്ടാ രാജാവിനെ പോലെ. ഒരു കട്ടിലിന്റെ പകുതി പുള്ളിക്ക് മാത്രം വേണം. വലുതായിട്ട് കാണിച്ചു തരാം. ഒരു സെക്കൻഡ് ഫേസ് ക്യാം കിടക്കുന്നുണ്ട്. ആളെ നോക്കണേ, കണ്ട ഒരു കട്ടിലിന്റെ 1 ഏക്കർ സ്ഥലം പുള്ളിക്ക് വേണം. ഇത്രയുള്ള കുഞ്ഞിന് ഗിഫ്റ്റ് കൊടുത്തതാണ് മെനറ്റാംസ് ഗെയിമിംഗ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോയ് ആയിരുന്നു. താങ്ക് യു സോ മച്ച് മെന്നി, താങ്ക് യു. അവൻ ഇത് എന്തിനാണ് മേടിച്ച് ദേവൂട്ടന് കൊടുത്തതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല. മെന്നി, നീ ഇത് എന്തിനാണ് ഇത് എന്നെ ബുദ്ധിമുട്ടി? ഇത് വെക്കാൻ ഇവിടെ വീട്ടിൽ സ്ഥലമില്ല. ഇതിനെ എവിടെ അതും വെള്ള ഉടുപ്പൊക്കെ ഇട്ട് തറയെ വെച്ചാൽ പൊടി അടിക്കും. ഇനി പയ്യനെ ഇവിടെ ഇരുത്താന്നല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല. മനസ്സിലായ? എന്തിനൊക്കെ പറയാന്ന് പറയണം. ഇനി നീ എന്നാലും എന്തിനാ ഇനി ഇത്തിരിപ്പോ ഇത് എന്നേക്കാ വലുതാണ്. കണ്ടോ ഞാൻ നോക്ക ഫാനിലടിച്ചാത്. അവിടെ ഞാൻ എടുത്തത് അതിനകത്തോട്ട് അടിക്കാൻ നോക്കിയത്, അത് ഫാനിൽ തട്ടിപ്പോയി അറിയാതെ. അങ്ങ് എന്തോ വലിയ ഭീഷണി പോലെ അങ്ങ് എന്തൊക്കെയോ. മറ്റേ ഇവരുടെയൊക്കെ വിചാരം കൈസ് ടിവിയിൽ നിന്ന് ഇറങ്ങിപ്പോയ മെമ്പേഴ്സിൽ ആരെങ്കിലും 2 പേരെ റിക്രൂട്ട് ചെയ്താൽ എനിക്ക് ഈഗോ ഹർട്ടായി ഞാൻ ലൈവിൽ ഇങ്ങനെ വീഴും എന്തൊക്കെയാണ് ഇവരുടെയൊക്കെ വിചാരം. ഡെസ്ട്രോയാ എടാ, എന്താടാ ആരും പോണില്ല ഇവിടുത്തെ. ആരും എന്റെ അറിവിൽ ഇപ്പൊ ഇവിടുത്തെ ആരും പോണമെന്നില്ല. ഡെസ്ട്രോ ഇന്നൊരു ക്ലിപ്പ് കണ്ടപ്പോ പോലും എന്റെ അടുത്ത് എനിക്ക് ലാസ്റ്റ് ഞാൻ പറയാം, എനിക്ക് ഡെസ്ട്രോ ലാസ്റ്റ് അയച്ച മെസ്സേജ് ഇപ്പൊ പറഞ്ഞുതരാം. എനിക്ക് ഡെസ്ട്രോ ലാസ്റ്റ് അയച്ച മെസ്സേജ് ഇന്ന് 8:20 അണ്ണ, ഐ വിൽ നെവർ ലീവ് യു, ഐ വിൽ സ്റ്റാൻഡ് യു ടിൽ എൻഡ്. എനിക്കിത് ഗ്യാങ് ആയിട്ടുള്ള കിട്ടിയത്. ഐ ഗോട്ട് എ ഫാമിലി ഹിയർ, ഓൾവേസ് വിത്ത് യു അണ്ണ, വി വിൽ ബി ദ ബെസ്റ്റ് ആൻഡ് വി വിൽ കോൺകർ. അതാണ് അവൻ എനിക്ക് അയച്ച മെസ്സേജ്. മനസ്സിലായത്? അതായത് എനിക്ക് ഇനിയിപ്പോൾ ആര് പറഞ്ഞിട്ട് പോയാലും എന്ത് പറഞ്ഞിട്ട് പോയാലും എനിക്കൊരു പ്രശ്നമുള്ള കാര്യമേ അല്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് ഇവിടെ നിന്ന് ഞാൻ പറയണ എന്നോട് ഫേക്ക് കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഇത് കാണിക്കുന്നില്ല. സ്വന്തം കരിയർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് നോക്കാൻ മര്യാദയ്ക്ക് ബുദ്ധിയുള്ളവരൊക്കെ നോക്കിയിരുന്ന് ചെയ്യും. മനസ്സിലായോ? ബോസണ്ണൻ വന്നോ അളിയാ? ഞാൻ പോവും. അയ്യോ സന്തോഷം അളിയാ. എടാ എത്രയും പെട്ടെന്ന് ഡിസിഷൻ എടുത്തിട്ട് എന്നെ ഒന്ന് അറിയിക്കുമോ അളിയാ? ഞാൻ 2 പയ്യന്മാരെ നോക്കി വെച്ചിട്ടുണ്ട്. കിടിലം പയ്യന്മാരെ, നന്നായിട്ട് കളിക്കാൻ പറ്റുന്ന 2 പയ്യന്മാരെ നോക്കി വെച്ചിട്ടുണ്ട്. ആ ഡിസിഷൻ എന്നെ ഒന്ന് അറിയിക്കണേ പ്ലീസ്, എന്നെ ഒന്ന് അറിയിക്കണേ. ഇത് വീസിലുണ്ടോ കേട്ടാ? ധാരാളം. ഹലോ അളിയ, എന്നാ ഇറങ്ങണേ? അല്ല ഞാൻ പോയാ നീ താങ്ങോളിയാ. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളുടെ. കഴിഞ്ഞ ദിവസം ഇവനെ രാത്രിയിൽ അന്ന് ഇവിടെ ഇരുന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഇവനെ വണ്ടർലേ കൊണ്ടുപോയി. വണ്ടർലേ പോയപ്പം രാത്രി പിടിച്ചിരിക്കണ ഞാൻ എന്ത് ചെയ്യാനാണ്? നീ അളിയ വണ്ടർലേ ചെന്നപ്പോ ഞാൻ ഉണ്ടല്ലോ, ഞാൻ നോക്കിയപ്പോ ഒരുത്തിന് ലാൻഡ് റൈഡിലും കേറണ്ട, വാട്ടർ റൈഡിലും. എന്റെ കാര്യം നിന്റെ കാര്യം വിട്ടോ, ബാക്കി 12 പേരുണ്ട് എല്ലാം കൂടെ. ഞാൻ മറ്റേ സ്കൂളിലെ പ്രിൻസിപ്പള്. സ്കൂളല്ലേ എനിക്കൊന്ന് ഞാൻ പറയട്ടെ, ഓൾഡേജ് ഹോമിന്ന് ട്രിപ്പ്. അതെ, ചന്ദ്രനൊക്കെ പ്രായം വെച്ച് നോക്കുമ്പോ അങ്ങനെയൊക്കെ പറയാം നമുക്ക്. ഓൾഡേജ് ഹോമിൽ ഒരു ട്രിപ്പ് അങ്ങനെയെങ്കിൽ അങ്ങനെ നമ്മൾ അവിടെ പോകുന്നു, നമ്മൾ അവിടെ വഴി നിൽക്കുന്നു. ഗൈസ് എല്ലാത്തിനും ഓരോ റൈഡ് കാണുമ്പോഴും എല്ലാവർക്കും പേടിയാ. ഒന്നിലും കേറുന്നില്ല. ഇവർക്ക് വയസ്സായ പോലെ ഇങ്ങനെ ഇരിക്കുക, ഒന്നിലും കയറാ. ചന്ദ്രൻ പറയാ യോ ഞാൻ ഈ റൈഡിൽ കയറുന്നില്ല, എനിക്ക് പനിയാണെന്ന്. റോളർ കോസ്റ്റർ കയറിയ പനി കൂടാ. പേടിച്ചു തൂറിയെന്ന് പറയണം. മനസ്സിലായോ? ഞാൻ അവിടെ കയറി മടുത്തോ. പിന്നെ നിന്റെ പനി മാറിയിട്ട് നീ വരുവോ എന്നാ? ഞാൻ പനി മാറിയിട്ട് നീ എഴുതി വെച്ചോ. ഞാൻ ഈ ലൈവില് പറയാം, പനി മാറിയിട്ട് നീ പറയുന്ന റൈഡില് ഞാൻ കൈവിട്ടിരിക്കും. ഉറപ്പാണോ? ഉറപ്പ്. കണ്ടല്ലോ എത്ര പേര്? 18,000. കൈവണി പിടിച്ചോ.
കൈ പിടിച്ചോ. അല്ലെ ഞാൻ ഇത് എന്റെ വാക്കാണ്, എന്റെ വാക്ക്. എന്നിട്ട് ഞാൻ മറ്റേ ആർട്ടിഫിഷ്യൽ സീ ഇല്ലേ അവിടത്തെ, അവിടെ മുങ്ങാങ്കുഴി ആർട്ടിഫിഷ്യൽ സീയാ വേപ്പൂൾ അതിനാണ് ആർട്ടിഫിഷ്യൽ സീ. വിൻഡ് മെസ്സേജ്. അപ്പൊ കോ-ലീഡർ ആകാൻ വേറെ ആരും തപ്പണ്ട, ഞാനിവിടെ ഉണ്ട്. MRC ഗോഗു. നൈസ് ഗോഗു. തമ്മ എത്തിട്ട് കട്ടെടുത്താ പോരാടാ പട്ടി. അയ്യോ സിറ്റി ഇല്ല, നിങ്ങളെല്ലാം കേറാൻ പറ്റുന്നില്ല. എന്റെ 5M പോലും ഓപ്പൺ ആവണില്ല. നമുക്ക് 2 റൈഡൊക്കെ പോയിട്ട് ചന്ദ്ര നീ പോവോടാ വേറെ ഗ്യാങ്? ശരിക്കും നീ പോവോളിയാ? ഞാൻ കാര്യം പറയട്ടെ അളിയാ. ഞാൻ എന്തിന് പോണം, അതാണ് എന്റെ ചോദ്യം. എന്തിന് നമ്മൾ TV പോണം? എന്തിനു പോണം TV? അതെ ചോദ്യം. ഇത് അതായത് TV എന്നുള്ള സാധനം അത് എനിക്ക് പറയാൻ പറ്റില്ല, നമുക്ക് വേറെ അടുത്ത് ചോദിക്കാൻ നല്ലത്. കാരണം TV നമ്മളെല്ലാരും കൂടി നിന്നിട്ട് ഇത് ഉണ്ടാക്കിയല്ലേ TV. ഞാനല്ലേ മെയിൻ ആയിട്ട് നിന്നിട്ട് ടിവിയുടെ ആ ഒരു പേരൊക്കെ ഇട്ടാണ് ഞാനല്ലേ. പിന്നല്ലാതെ ഞാൻ എന്ത് പറയാളിയാ അതില്. നീ ടുബോറിന്റെ അടുത്ത് വെച്ച് നോക്ക്, TV പോലും കളിക്കാത്ത ഇതുവരെ. അല്ല പേരിട്ട ടുബോർഗിന് TVയുടെ വീട് ഫുൾ ഫോം ടുബോർഗ് കണ്ടുപിടിച്ചേ. പിന്നെ നിങ്ങൾ ഒരുമിച്ചല്ലേ, ഓർമ്മയില്ല അന്നത്തെ? അതാണ് എന്തായിരുന്നു അതുപോലും അറിയില്ലേ, കോ-ലീഡർ ആണ് പോലും നിങ്ങളെ മാറ്റുന്ന സമയം. നമ്മള് ബോൺ TV ആണ്. നാളെ ഇത് നിർത്തേണ്ടി വന്നാലും അളിയാ TV റിട്ടയർ ആയി, അതിലൊരു ഗെത്തുണ്ട്. ഇത് നിക്കുവാണെങ്കിൽ എന്താ നിക്കുന്നതെന്ന് അറിയോ നിനക്ക്? RP മാത്രമേ നിക്കുള്ളൂ, അത് ഉടനെ അറിയൂ എല്ലാരും. അത് RP മാത്രമേ നിക്കുള്ളൂ. RP ഗ്യാങ് നിക്കുവാണെങ്കിൽ ഈ പേര് ഇവിടെ കുറച്ച് നാൾ ഉണ്ടാവുള്ളൂ. അതെന്റെ ഉറപ്പാ, അതെന്റെ വാക്കാ. അത് ഞാൻ ഉറപ്പ് പറയാം, അതെന്റെ വാക്കാണ്. അത് ഇവിടെ ഉണ്ടാവും, കുറച്ചധികം നാൾ ഇവിടെ ഉണ്ടാവും ഗൈസ്. അതൊരു ബിഗ് അപ്ഡേറ്റ് ആണ് നിങ്ങളുടെ അടുത്ത് പറയാം. അത് 6 വർഷം പോണ്. 6 വർഷം പോണ്. 5ാം ക്ലാസ്സിൽ TVയുടെ RP കാണാൻ തുടങ്ങിയപ്പോ ഇപ്പൊ 10ാം ക്ലാസ്സിലാ. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയോ, അവൻ മെച്ചൂർഡായി. അല്ലെങ്കിൽ അവൻ 5ാം ക്ലാസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞിന്റെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നവരൊന്നും ഇല്ലടാ RP ഓഡിയൻസ് ആയിട്ട് നമുക്ക്. അല്ലെ ഞാൻ ആ ഒരു ഇത് പറഞ്ഞതാ, ഐശ്വര്യ പറഞ്ഞതാ. അതുകൊണ്ട് 10ാം ക്ലാസ്സിൽ വെച്ച് എടുത്ത കാണാൻ തുടങ്ങിയെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ +2 കാണാൻ തുടങ്ങിയെന്ന് വിചാരിച്ചോ? അവനിപ്പം ജോലി കയറി. എത്ര പറയുന്നുണ്ടെന്നറിയോ അതൊക്കെ. സോ അതൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും 16-21 കണ്ട നോക്ക്. 13-18 അടാ അതാ പറഞ്ഞേ. അതാ ഞാൻ പറഞ്ഞ കേസ്. ഞാൻ പറഞ്ഞേ, നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി 2 പേര് പറയേണ്ട ഗതികേട് വന്നിട്ടില്ല. TVA അത്രേ ഉള്ളൂ. ഒരു ലീഡർ, ഒരു ഗ്യാങ്. മനസ്സിലായോ? ദാറ്റ്സ് ഇറ്റ്. കോ-ലീഡറിനെ പറഞ്ഞാൽ ചിലപ്പോ അവന് വിഷമം. കോ-ലീഡേഴ്സ് നമുക്ക് ഇങ്ങനെ നമുക്ക് കോ-ലീഡേഴ്സ് മാറി വരാമെന്നുണ്ട്. നമുക്ക് അറിയാലോ കോ-ലീഡേഴ്സ് കുറച്ച് പേര്. അവൻ മാറിയിട്ടില്ല. ഉടനെ മാറ്റും. അത് ഉടനെ ഉണ്ടാവും. സോ അതൊക്കെയാണ് കാര്യം കഴിച്ചത്. എനിക്കല്ലാതെ വേറെ ഇതിന്റെ അപ്പുറത്തോട്ട് വേറെ ഇതൊന്നും ഇല്ല. ഈ അനാവശ്യ കാര്യങ്ങളിലോട്ട് നമ്മളെ ഡ്രാഗ് ചെയ്യാതെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുമോ? സ്വന്തമായിട്ട് എന്തെങ്കിലും നിങ്ങൾ ചെയ്ത് കാണിക്ക്, എന്നിട്ട് നിങ്ങൾ കുണ പറ. അത് കേൾക്കുമ്പോൾ പിന്നെ ഒരു ഇതുണ്ട്. ഇപ്പൊ 2 വട്ടം നിങ്ങൾ ഇതായിട്ടിരുന്നപ്പോൾ പിന്നെ ഞങ്ങളുടെ തല്ലും കൊണ്ട് മറ്റേ കരഞ്ഞ് മെഴുകി അങ്ങനെ പോയിരിക്കുമല്ലേ. നിങ്ങൾ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ഇതായിട്ട് മാസടിക്കുക. ഞങ്ങളെ പോലത്തെ ഒരു ലെജൻഡറി ഗ്യാങ്, ഞാൻ ഇതങ്ങ് ട്രാൻസ്പെയറൻ്റ് ആയിട്ട് തുറന്നങ്ങ് പറയാൻ പോവുക. ഞങ്ങളെ പോലത്തെ ലെജൻഡറി ഗ്യാങ് ചിലപ്പോൾ ഒരു വാറ് തോപ്പിക്കാൻ മാക്സിമം അതൊക്കെ ഞങ്ങളുടെ എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ട് ഞങ്ങളൊരു വാറ് നോക്കുക. അതൊക്കെ ആയിരിക്കും ഞങ്ങൾക്ക് കൂടിപ്പോയാൽ സംഭവിക്കാൻ പോകുന്നത്. അല്ലാതെ അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും വളരാനായിട്ടില്ല ബ്രോ. സത്യത മനസ്സിലാക്കണം, ആ സത്യം മനസ്സിലാക്കണം. അത് നിങ്ങളെപ്പോലെ പെട്ടെന്ന് ഒരു ദിവസം ഗിഫ്റ്റഡ് ആയിട്ട് കിട്ടി ഒരു 2 മാസത്തിൽ ഉണ്ടാക്കിയത് 3 മാസത്തിൽ ഉണ്ടാക്കിയതല്ല ഇത്. അത് വീണ്ടും പറഞ്ഞു മടുത്ത്. എന്നാലും പറയും. ചില ആൾക്കാരുടെ കോൺഫിഡൻസുകൾ വെളിയിൽ നിന്ന് കാണുന്ന മന്ദബുദ്ധികൾക്കും വേറെ ഉള്ളവന്മാർക്കും അഹങ്കാരമായിട്ട് തോന്നും. ഇത് അഹങ്കാരം അല്ലത്. ഇതൊരിക്കലും അഹങ്കാരമല്ല ഞാൻ പറയണത്.
ഇത് ഞാൻ അഹങ്കാരമല്ല, എനിക്ക് ഇങ്ങനെ കോൺഫിഡന്റ് ആയിട്ട് പറയാനുള്ളത് അവകാശമുണ്ട്. കാരണം അങ്ങനെ താഴെ പോയതാ ഞാൻ, അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവന്നാ ഞാനിത്. എനിക്കത് പറയാനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. ഇവര് പറയുന്ന ഡൗൺ ടൈം എന്ന്, നിങ്ങൾ എന്നാ അതിന് അപ്പായത്? അല്ല അതെന്റെ ചോദ്യം, നിങ്ങൾ എന്നാ അപ്പായത്? ഓൾവേസ് ഞാനൊരു ഗ്യാങ്, ഞാൻ ഈ സിറ്റി, എനിക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ട്. ഞാൻ ഈ സിറ്റിയിലെ ഒരു ഗ്യാങ്ങിന്റെ ലീഡറാ ഞാൻ. ഞങ്ങളുമായിട്ട് നിങ്ങൾക്ക് ഇതുവരെ ജയിക്കാൻ പോലും പറ്റിയിട്ടില്ല. എനിക്കത് പറയാനുള്ള റൈറ്റ് ഉണ്ട്. സിറ്റിയിലെ വേറെ ആർക്കും പറയാൻ റൈറ്റ് ഇല്ലായിരിക്കും, എനിക്ക് പറയാൻ റൈറ്റ് ഉണ്ട്. ആസ് എ ലീഡർ ഓഫ് TV എനിക്ക് പറയാം, എൻ്റെ ഗ്യാങ്ങിൻ്റെ പൊതുരെ തല്ലുകൊണ്ട് നിങ്ങൾ ഡിസ്മാൻഡിലായി പോയ ഒരു ഗ്യാങ്ങാ. അങ്ങനെ പറയാനുള്ള എല്ലാ റൈറ്റും എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാണ്, എനിക്ക് ഞങ്ങളുടെ ഇതിന് ഭാഗത്തോട്ട് നിങ്ങൾക്കൊരു അപ്പ് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ മുകളിൽ എന്തായാലും പോയിട്ടില്ല. എൻ്റെ ഗ്യാങ്ങിൻ്റെ മുകളിലോട്ട് അത് പോയിട്ടില്ല. അതിൻ്റെ കോൺഫിഡൻസ് ആണ്, അത് കോൺഫിഡൻസിൽ തന്നെ പറയാണ്. അതിന് മുകളിൽ പോകാത്തോളം കാലം നിങ്ങൾക്ക് ഡൗൺ ടൈം എന്ന് പറയാൻ എന്താ? നിങ്ങളുടെ കൂടെയുള്ള ബാക്കിയുള്ളവരൊക്കെ എന്തി? അപ്പം ഈ പറയണത് പോലെ അവർ ഇരുന്ന് ഓരോ അപരാധം പറയണത് നിങ്ങളെ പറ്റി. അത് വെച്ച് നോക്കുമ്പോൾ എന്നോടാണോ നിങ്ങൾക്ക് ശത്രുത കൂടുതൽ? നിങ്ങൾ ആദ്യം ആ പ്രശ്നം തീർക്ക്, എന്നിട്ട് പോരെ എന്നെ പറയണത്. നമ്മള് ഇതിന്റെ വാറ് മറ്റേ ഇതല്ലേ, സെക്കൻഡ് വാർ നമുക്ക് ടഫ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇല്ല കൈ വെച്ചിടിച്ചല്ലേ ഒന്ന് ലാസ്റ്റ് ഓനെ. സെക്കൻഡ് വാർ 10 മിനിറ്റ് തീർത്തില്ലേ? സോ ബ്രോ, നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ ആ യൂണിവേഴ്സിൽ അങ്ങനെ അങ്ങ് പൊക്കോണം. ഇനി എൻ്റെ അടുത്ത് അവരാകും പറയാൻ വന്നാൽ ഞാൻ ഇങ്ങനെ ആയിരിക്കത്തില്ല ഞാൻ റെസ്പോണ്ട് ചെയ്യാൻ പോണത്. സോ സ്വന്തം കാര്യം നോക്കി ഒരു നല്ല ഗ്യാങ് ഒക്കെ ബിൽഡ് ചെയ്ത് മര്യാദയ്ക്ക് ഇപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. എനിക്ക് അത്രേ പറയാനുള്ളൂ. അതിന് മുകളിലോട്ട് പറയാനില്ല. നിങ്ങളുമായിട്ട് ഞങ്ങൾ സിറ്റുവേഷൻ ആയിട്ടില്ല. പിന്നെ അധികം നീയൊക്കെ വെളിയിലിരുന്ന് ചിലച്ച ഇവിടെ നീയൊക്കെ ഗ്യാങ് ആയിട്ട് കളിക്കോ ഇല്ലയോ എന്ന് വരെ എനിക്കത് പറയാൻ പറ്റും, മനസ്സിലായ? അതുകൊണ്ട് എടുക്കുന്നവനും ഇതൊക്കെ ഗെയിമിനകത്ത് നീയൊക്കെ എന്ത് വേണേ പറഞ്ഞോ. അതിന്റെ പുറത്തോട്ട് നീ കൊണ്ടുവരുന്ന ഏതെങ്കിലും ഒരുത്തിന് ഇവിടെ നിന്ന് ഏതെങ്കിലും ഓസിയോ ബോസിയോ പറയട്ടെ, ഈ സെർവർ നീ ഒന്നും കളിക്കത്തില്ല, അത് ഞാൻ പറയുക. അതിന് നീ എന്റെ സെർവർ ആണെന്ന് എന്ത് വേണേ പറഞ്ഞു, മനസ്സിലായ? അപ്പൊ അതനുസരിച്ച് വേണം ഇവിടെ നിൽക്കാൻ. ഇതാണ് പുതിയ സ്റ്റൈൽ വാഷു. ഹെൽമെറ്റ് ദൂരെ ആ ഷാളും കൂടി പിന്നെ കാലിൽ എന്താ 6 മണിക്ക് പോണ ഷൂവാ? നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ കൺസൈൻമെന്റിന് എന്തിനു പറയുന്ന കിടിലായിരിക്കും. ഐഡി പറഞ്ഞേ. ഞാൻ പറയട്ടെ, നിന്റെ പോണ്ടിരാജ ടൗലൊക്കെ എടുത്ത് കളഞ്ഞ ഞാനും ഇങ്ങനെ ആയിരുന്നു നേരത്തെ നടക്കുന്നത്. പിന്നെ ജഡ്ജി പിള്ളേരോടെ പിടിച്ചു വയ്ക്കാൻ കാതൊക്കെ കുത്തി ഫ്ലെക്സ് ഒക്കെ വെച്ച് നിന്നെ ഇപ്പൊ കാണുമ്പോ ഞാൻ പറയാം, ഇത് അമ്പത്തൂരിന്റെയും കാർലോയും കൂടെ ഒരു ക്രോസ് ബ്രീഡ്. താടി മുടിയുടെ ഫ്രണ്ടെല്ലാം ഒരു ലുക്കും താടിയും ആ ബാക്ക് സൈഡും ഇതെല്ലാം ആയിട്ട് അമ്പത്തൂരിന്റെ ഒരു മിക്സും ഉണ്ട്. ക്രോസ് ബ്രീഡ്. വാസു തൊലിയോട്ടാ പോയപ്പോ എല്ലാം വെട്ടിപ്പോയാണ് മുണ്ടിട്ടെന്ന് ഞാൻ ഇന്ന് നാട്ടുകാരെ അറിയിക്കുന്നില്ല. ഞാൻ 1061 ലിഫ്റ്റ് അപ്പ് കാണിക്കുന്നത് മാറിക്കേ. ഓപ്പൺ ബാഗ് അതില് TV മെയിൻ ഉഡിയല്ലേ പോയിട്ട് ഈ കാല് മാത്രം ഇട്ടാ പോരെ? ഞാൻ പിന്നെ എല്ലാം മാറേണ്ട വരുടാ. ഞാൻ അവിടെ പോയിട്ടാ. വാ അവിടെ പോയിടാ. ചന്ദ്രൻ കൊറേ ഹലോ, എന്താ പരിപാടി? ഞാനൊരു പൂവറക്കാരനാ. പൂവറക്കുവായിരുന്നാ? കൊടുക്കാനായിരിക്കും. അണ്ണൻ വലിയ കാണുന്നുണ്ടോ ഇൻസ്റ്റയില്? എനിക്ക് ഇത് കഴിഞ്ഞിട്ട് നിന്നോടൊന്ന് സംസാരിക്കണം കേട്ടാ. ഞാൻ വരാവേ. ഞാൻ വൈഫൈ ആണ്. ഡീറ്റെയിൽഡ് ആയിട്ട് നിന്റെ അടുത്ത് സംസാരിക്കണം.
സംസാരിക്കാമല്ലോ അണ്ണാ. നിന്റെ മറ്റേ മറ്റോളുണ്ടോ ഇവിടെ? മച്ചവടോ എന്ത് ഏത് കൂട്ടുകാരി, സോറി മറ്റേ ഡുണ്ടു കൂട്ടുകാരി. ഡുണ്ടു കൂട്ടുകാരുണ്ടല്ലോ കൂട്ടുകാരുണ്ട്. ഡുണ്ടു ഉണ്ടോ? ഡുണ്ടു ഉണ്ടും ഉണ്ടായിരിക്കുമല്ലോ അണ്ണാ. ഞാൻ വിളിച്ചില്ല, നോക്കാം വിളിച്ചു ഒന്ന് വിളിച്ചിട്ട് ഇവിടെ നിക്കാൻ പറയണം. ഞാൻ വരുന്നുണ്ട്, പോയിട്ട് വരാം ഞാൻ. ആ പറയണ അണ്ണ എങ്ങോട്ടാണ് ബസ് പറഞ്ഞ ആ, അണ്ണ ചന്ദ്രനെ വിളിക്കണം ആ, എടാ ഇതിന്റെ ഷൂ എത്രയാന്ന് പറഞ്ഞേ. ബസോണ ചന്ദ്രനെ വിളിക്കണം. ഗോകു ചന്ദ്ര ആണാ ചന്ദ്ര, ഇത് എല്ലാ അമ്മമാരും കേറി ഇരുന്ന ഞാൻ എങ്ങനെ കേറൂടാ? ആ, വാ ആടാ വാ, ഈ ഷൂ എന്ന് പറഞ്ഞ എന്റെ മേത്താണ് ഞാൻ ഷൂ ഇട്ടിട്ട് ഇപ്പൊ വരാമെടാ. ഷൂ ഇട്ടിട്ട് താവരുന്നേ. നീ വള്ളി സംസാരിക്കല്ലേ ഗോകുവാണ് വണ്ടി ഇറങ്ങിയത്. മെസ്ബോയ് അല്ല കേറി പിടിച്ചു ആരാ വണ്ടി ഇറങ്ങിയപ്പോ? വച്ചൊന്നും പറ്റിയില്ല ഓക്കെ ആണോ? ബ്രോ, അവൻ കണ്ടില്ല. സോറി. ഇത് ഡസ്റ്റർ അല്ലേ ഇത്? ഓ, ഇത് വില്ലും. നമ്പര് പറയാൻ പൈസ ഇല്ലടാ കയ്യില്. ഞാൻ പറഞ്ഞുതരാം. ഷൂസ് 250, ഷൂസ് 250. ശീശേ അല്ല ഷൂസ് 200. 80. മുണ്ട് മാറ്റണേ, വേണ്ട മുണ്ട് മാറ്റണേ, മുണ്ട്. ചന്ദ്ര അയ്യോ, 250. 200. 80. ചന്ദ്ര ഇത് കേട്ടിട്ടില്ല. അവന്മാരിപ്പോ മീറ്റിങ്ങിന് എങ്ങനെ വിളിച്ച എടാ, എന്റെ മുണ്ട് എത്രയായിരുന്നടാ? അണ്ണ പാന്റ് മാറ്റി, പാന്റ് കൺട്രോൾ ചെയ്യുന്നില്ല. എന്റെ ഷോട്ട്സ് മതിയോ അണ്ണാ? ഞാൻ ഒന്നുകൂടെ എടുക്കട്ടെ, അല്ലെങ്കിൽ മുണ്ടിനകത്ത് കാണുമെന്ന് തോന്നട്ടെ. ഇത് എടാ ഇത് ഞാനല്ലടാ. 200. കാണത്തില്ല. എടാ, 200. 80. നീ അമ്പലത്തിൽ പോയി ജപിച്ചിട്ടേക്കണ ആ ഇനി മറ്റേ ലെഗ്സിൽ വേണമെങ്കിൽ മാറ്റിക്കോ. ഇല്ല വേണ്ട. മുണ്ടും ഇതാ ഹെൽമെറ്റ് എത്ര? 150. എന്തോ നന്നാ കാണിക്കുന്നത്. ഹെൽമെറ്റ് 150 അല്ലേ? ഇത് എന്തിനാ ഇത്? ചന്ദ്ര നീ ഇരുത്തേ, ചന്ദ്ര. ആണ് എന്റെ ട്രൗസർ ആണോ? എന്റെ ട്രൗസർ ആണോ? Guys, ജില്ല പിള്ളേരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ guys? ജില്ല ചുമ്മാ ഒരു ദിവസം മിക്കി മൗസ് ഇല്ലേ? മിക്കി മൗസ് അണ്ണ എന്റെ ട്രൗസർ ആണോ? അണ്ണ എടാ, ഒന്ന് ഇറ ചന്ദ്ര, പിള്ളേരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേടാ ചന്ദ്ര. പിള്ളേർക്ക് അങ്ങ് എമ്മാരെ സന്തോഷത്തിന് വേണ്ടിയില്ല തുള്ളാൻ ഈ ഷോർട്സ് എത്രയാടാ മോനെ? ഈ ഞാൻ ഷോർട്സ് പറഞ്ഞുതരാം. അത് ഷർട്ടില്ല, ഞാൻ പറഞ്ഞുതരാം. ഷർട്ട് ഉണ്ടല്ലോ, ഷർട്ട് 111 അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. 248. ഒന്ന് ഫ്രണ്ടിൽ മാറടാ. ഷർട്ട് 248, പിന്നെ ലെഗ്സ് 11. ലക്സ് 11. അണ്ണാ ഇത് ചന്ദിര കണ്ട പണ്ണ് ഷൈൻ എന്നല്ലേ 248. ഇത് കിടിലം കാണാൻ. ഒരു മിനിറ്റ് ആടാ. 24. ലെക്സ് 11 ലെഗ്സ് 11ഉം ഷർട്ട് 248. എടാ ഫ്രണ്ടിൽ നിന്ന് മാറോടെ ആണ് വേണേ. ഓ ചെത്തായി 248 പിന്നെ ലെഗ്സ് 250. 280. പറയടാ. വിളിക്കുന്നു. എന്നെയോ? അണ്ണ എന്തോ ആരെ തള്ളക്കി വിളിച്ചണ്ണ? എന്തിനാണ് വിളിക്കുന്നത്? അതറിയത്തില്ല. മന്ദാര എന്തിനാണ് വിളിച്ചത് എന്നെ? എന്ത് കാര്യം എന്താ? വണ്ടി ഇറങ്ങുന്നുണ്ടോ? മൈൻഡ് ചെയ്യാൻ പോയില്ല. ഞാൻ വണ്ടിയിൽ കയറിയിരിക്കുന്നുണ്ട്. അടിക്കാനുള്ള അടിക്കാൻ പോയിട്ട് വേണ്ട അണ്ണാ ഞാൻ പറഞ്ഞ എന്താ? ഒരു കുട്ടി നഗ്നരായിട്ട് ഒരു പീഡിയ എടുത്തോണ്ട് പോണ ആര്? അണ്ണാ അർത്ഥം നഗ്ന ആര്? ഞാനും കണ്ടോളൂ. കത്തിപ്പോയി. എവിടെയാ എടാ ഒരു വണ്ടി എടാ എല്ലാരും ഇങ്ങനെ കേറി അല്ല ഒരു വണ്ടി തന്നാ മതി എനിക്ക്. ഒരു വണ്ടി താ. എനിക്ക് അല്ല നഗ്നമായ സ്ഥലം എവിടെയോ ഗോകു വണ്ടി എടുത്ത് ഇങ്ങോട്ട് വന്നേ. അല്ല നീ ഗ്യാങ് ഹൗസിലോട്ട് വാ, ഞാൻ അവിടെ ഒരു വണ്ടി എടുക്കാം. ഗ്യാങ് ഹൗസിലോട്ട് വന്നേ. അവര് പോയോ? ഞാൻ ഒരു വണ്ടി എടുക്കാവേ.
അർജന്റീന 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 വേൾഡ് കപ്പ് വേൾഡ് കപ്പ് വേൾഡ് കപ്പ് അർജന്റീന ഡീന 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 മെസ്സി 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 മെസ്സി. ഞാൻ ഇന്നലെ കളിയൊക്കെ ഉണ്ട്, ബ്രസീലിന്റെ കളിയൊക്കെ ഉണ്ട്. ഇന്നലെ ബ്രസീലിന്റെ കളി കണ്ടു, പോർച്ചുഗലിന്റെ കളി കണ്ടു. 2 വീഡിയോ പക്ഷെ വേറൊരു കാര്യം പറയട്ടെ, നിങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു എനിക്ക് അറിഞ്ഞൂടാ. ഇന്നലെ ബ്രസീലിന്റെ കളി നടന്നപ്പോ അപ്പുറത്ത് മൊറോക്കോടെ കളി അതിലും വിഷയം സാധനമായിരുന്നു എന്റെ അമ്മ. എന്നിട്ട് ഇപ്പുറത്തെ ലൈനിൽ നിന്ന് അവര് പറയുമോ അപ്പുറത്ത് അടി കിടക്കണം. അവിടെ പോയി ആ ഗോള് കാണാനിരിക്കുമ്പോ ഇപ്പുറത്ത് അടുത്ത ഗോള്. ഒരുപാട് വട്ടായി പോയി ഇന്നലെ. വെളുപ്പിന് രാത്രി കാണുന്നത്. അങ്ങനെ 2 വീഡിയോ ഹലോ എന്താ വീഡിയോ വീഡിയോ ഞാനൊരു പരിപാടിക്ക് പോയിക്കൊണ്ടിരിക്കണ. പെരിയമ്മ ദത്തെടുത്തന്നാ? ആ ചിന്നുമോളല്ലേ നിന്റെ ഗേൾഫ്രണ്ട്? നീ ഒന്ന് വളച്ചടിക്കലടാ. അവള് വല്ല കൊരങ്ങനെയോ കൊളയട്ടയോ ആരെ വേണം ദത്തെടുക്കട്ടെ, അവർക്ക് അതേ പറ്റുള്ളൂ. അവക്ക് അവരൊക്കെ ചേരുള്ളൂ, മനസ്സിലായ? കൊരങ്ങും കൊക്കും കൊളയട്ടയും. നിനക്ക് ഞാനൊരു മലയോന്തിനെ തരാം, അവക്ക് കൊണ്ട് കൊടുക്കണം. എന്നിട്ട് അച്ഛാന്ന് വിളിക്കാൻ പറയണം നാളെ തൊട്ട്. അത് അവളുടെ അച്ഛനാ. ആരുടെ ഫാമിലി പിക്ക്? ആര്? മെസ്സേജിലൊന്നും വന്നിട്ടില്ല എനിക്ക്. എടാ ഈ അയച്ചു വിട്ടെന്ന് പറഞ്ഞ എനിക്ക് കിട്ടിയിട്ടില്ല. ഇതെന്താ അവിടുന്ന് ബസ് അയച്ചുവിട്, അയച്ചുവിട്. നീ ഞാൻ കോളിൽ വെയിറ്റ് ചെയ്യാം, അയച്ചുവിട്. ഇപ്പൊ കിട്ടിയാ? അയച്ചു വിട്ടിട്ടാ? ഈ കൊരങ്ങൻ ആരാ? അത് ചിമ്പുതാ. ചിമ്പു അവളുടെ ആര്? ചിമ്പു யாரும் சும்மா എലിയുടെ ഹസ്ബൻഡ് கூட உட்காந்துருக்கா. அவ வந்து அவளோட அத்தனை உள்ளு கீழே இருக்குல்ல, அவதான் മോള്, പെരുമാവോட മോള്. സൂപ്പർ. നല്ലൊരു ഫാമിലി പിക്ചർ, നല്ല രസമുണ്ട്. ക്യൂട്ട് ആയിട്ടുള്ള ഹസ്ബൻഡ്, വൈഫ് ആൻഡ് കുട്ടി. ஹஸ்பண்ட் இல்ல அது பெரியமா ஃபீல் ஆகும். அது പറയാதீங்க பெரியமா, பாவம். ഇത് കേട്ട പെരുമയ്ക്ക് വിഷമാവോ? അത് അമ്മ അമ്മ. എടാ ഗോഗു എടാ എല്ലാരും എടാ മുതുക്കിൽ പോസ്റ്റർ അടിച്ചടാ ഇവരുടെ കല്യാണത്തിന്റെ ഇതിന്റെ. കൊഞ്ചം ബിസി വിഷമാവും ഉറപ്പല്ലേ? விஷமாவும் பெரிசா விஷமாவும். நாங்க சிம்புவை வந்து ஃப்ளைட் ஏத்தி விட்டு ஒரு ദിവസം அவ திருச்சி ஃப்ளைட் கிராஷ் ஆகி திருச்சி வந்து சிட்டிக்கு. அதனால വലിയ പ്രശ്നമാവും. ഞാൻ നോക്കിക്കോളാം ബാക്കി. ഞാൻ വേറൊരു കാര്യം പറയട്ടെ പിന്നെ നിന്റെ അടുത്ത്. നിനക്ക് ഇപ്പോഴും മനസ്സിൽ നിനക്കൊരു വിശ്വാസം ഉണ്ടോ എനിക്ക് ഇപ്പോഴും എലിയെ ഇഷ്ടമാണെന്ന്? എന്നാ എനിക്ക് എലിയെ ഇഷ്ടമാണ്. എന്നപ്പോ ബാക്കിയുള്ളവരോ? இது எப்படி பெரியமா கன்வே பண்ண? ഇനി പോകുന്നത് മോശക്കാരാണ്. ഇത് ചിമ്പു എപ്പോഴും നിനക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും. நீங்க லைட்டா சிக்னல் கொடுங்க, நான் பெரியமாட்ட സംസാരിക്കാം. നീ പെரியമ്മ വരുമ്പോ എന്തായാലും എന്റെ അടുത്തോട്ട് ഒന്ന് കൊണ്ടുപോവാ. ஓகே. பெரியமா வரும்போது விളിച്ചിട്ട് வரேன். ஓகே. நீங்க அவங்கள மூட் ஆஃப் ஆக்கி அனுப்பிச்சு விட்டுற கூடாது பெரியப்பா, ப்ளீஸ். மூட் ஆஃப் ஆக்காரோ? நீங்க ஆகும். பெரியமா ஏதாவது பறஞ்சு ஆகும். பெரியமா போயிரும். എടാ ഞാനിപ്പോ എക്സാമ്പിൾ ഞാൻ മൂഡ് ഓഫ് ആക്കിയിട്ടില്ല, ഞാൻ മൂഡ് ആക്കിയെന്ന് പറഞ്ഞാൽ അത് വേറെ രീതിയായി പോകും, മനസ്സിലായേ? അതുകൊണ്ട് എനിക്ക് നിന്നോടൊരു കൊച്ചിയിറക്കം എന്നുള്ള രീതിയിൽ അത് പറയാൻ പറ്റൂല. എന്റെ കൂടെയാണ് അവൾ ഏറ്റവും കൂടുതൽ പ്ലസന്റ് ആയിട്ടുണ്ടായിരുന്നത്, മനസ്സിലായ? பெரியமா பாவம் ஒத்திக்கு ரொம்ப கஷ்டப்படுது, யாருமே லவ் செய்யாத. നീ അധികം സെന്റിമെന്റ്സ് പറയല്ലേ, ഞാൻ നോക്കിക്കോളാം. ഓക്കേ പെரியப்பா. சரி நான் அப்பனா பெரியமாட்ட நைஸா അല്ല പെരിയമ്മ നൈസാ വേറെ നീ ഒന്നും சொல்ல വേണ്ട. പെരിയമ്മ വരുമ്പോ നൈസായിട്ട് എന്റെ അടുത്തോട്ട് കൂട്ടിക്കൊണ്ട് വന്നാ മതി. கூட்டுங்க, உங்களை பத்தி குட் திங்ஸ் പറഞ്ഞു. ഒന്നുമേ சொல்லக்கூடாது, ഒന്നുമേ சொல்லണ്ട.
ഓക്കെ 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 ആ. വെറുതെ വിളിച്ചിട്ട് വരാം ആ. ഓക്കെ ബൈ ബൈ എന്താ ഹലോ இல்ல 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 பை தி வே நீங்க ஊர்ல இல்லல்ல உங்களுக்கு அதான் ஹேப்பி பர்த்டே വണ്ടി ഓടുന്നുണ്ട് പക്ഷെ നമ്മൾ താങ്ക് യു താങ്ക് യു നമ്മൾ ഓടുന്നുണ്ട് ഞാൻ ഇപ്പോഴും മറ്റേ KV ഗാങ്സിന്റെ ഐഡിയ ആ വാച്ചേ വാച്ചേ വാസു ഒന്ന് തുടച്ചേ വാച്ചേ വായിന്ന് ഒഴുകുന്നു. ഞാനൊരു കാര്യം പറയട്ടെ ആ നീ കാതയില് കമ്മലും ഇട്ട് സാധനത്തില് മറ്റേ ഇതൊക്കെ കുത്തിക്കൊണ്ട് നടന്നിട്ടൊന്നും കാര്യമില്ല വാറ്റിയ പണ്ടത്തെ പോലല്ല ആ, ഇപ്പൊ പെമ്പിള്ളേരെയൊക്കെ സെറ്റ് ചെയ്യാൻ കുറച്ച് പാടാ. അതുകൊണ്ടാണ് ആ തിരിച്ച് അങ്ങ് 10 പെണ്ണിന്റെ പിറകിലോട്ട് തിരിച്ചു പോയത് അങ്ങ് 10 പേടിന്റെ പുറകിലോട്ടോ. ആ എല്ലാത്തിനും നോക്കുന്നത് ഞാൻ കണ്ട് അവസാനം ആക്കിയാൽ വേഗം തന്നെ തിരിച്ചു കിട്ടി. അതേ പറ്റൂ വാസു. അത് എന്തിനു കാര്യം. അത് എന്തിനു വർത്താനം പോകുന്നത്? പിന്നല്ലോ 2 പല്ലില്ല ഇപ്പം അണപ്പല്ല്. വാറ്റേ ഞാനൊരു കാര്യം പറയട്ടെ, ആ ആ, എന്റെയും എലിയുടെയും ഞങ്ങൾ കപ്പിളായിട്ട് നടന്ന ദിനങ്ങളുണ്ടല്ലോ, അതെ. അത് ഈ സിറ്റിയിലെ ഓരോരുത്തരുടെ ഡ്രീം ആയിരുന്നു അങ്ങനെ ഒരു റിലേഷൻഷിപ്പ്. ഓ, ശ്ശ്. മനസ്സിലായ? ആ, അതിന്റെ ഇടയ്ക്ക് പന്നി കച്ചവടക്കാരനും കൊരങ്ങും അണ്ണാനും കൊക്കും കൊളയട്ടയും മരപ്പട്ടിയും ഹൈബ്രിഡ് കൊക്കും ഒക്കെ വന്നപ്പോഴാണ് ഈ ഇത് റിലേഷൻഷിപ്പ് ഇങ്ങനെ ആയിപ്പോയത്. മനസ്സിലായ? അത് അല്ലെ അത് ക്രിഞ്ച് അല്ലാത്ത ആൾക്കാർക്ക് കാണുമ്പോ സ്വന്തം റിലേഷൻഷിപ്പ് എന്ന് തോന്നുന്ന ഒരു റിലേഷൻഷിപ്പ് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അളിയ ഇവിടെ. അത് സത്യം സത്യം. അല്ലാതെ ഇപ്പോഴത്തെ പോലെ ഒലിപ്പിച്ച് നടക്കുന്ന ഒരു 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 ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് അല്ലായിരുന്നത്. മനസ്സിലായ? അതെ. നമ്മുടെ 4 പേര് കത്തിപ്പോയി. ചന്ദ്രനെ തോന്നുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട് കൊണ്ട് കത്തിച്ചെന്നു. ഹലോ അങ്ങനെ പോവില്ല. എന്നാ എന്നെ തുടരണമെങ്കിൽ അമാരെ ഇതൊന്നും ചെയ്താ പോരാ. വാറ്റേ ആ എടാ നിനക്ക് ഇങ്ങനെ പെണ്ണിനെ സെറ്റ് ചെയ്യണമെന്ന് തോന്നിട്ടില്ല വാറ്റേ? അല്ല, നീ കിട്ടിയില്ലെന്ന് വെച്ചിട്ട് ഞാൻ അല്ല ഇല്ല വേണ്ട 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 വിഷമാ വാസു ഇതല്ലേ വേണ്ട. നീ ഉദ്ദേശിച്ചത് ഞാൻ ട്രൈ നീ ഉദ്ദേശിച്ചത് ചോറിലെന്ന് പറഞ്ഞ വിഷമാരി തിന്നുന്നല്ലേ? അതെ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ എന്ത് തിരിച്ചങ്ങോട്ട് പോയത്? അങ്ങനല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ആ, ആ. ഇപ്പം എനിക്കുണ്ടല്ലോ ഈ വളയാത്ത ആൾക്കാരെ വളയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ സ്വപ്നക്കൂടിലെ കൊച്ചുകുഞ്ഞ്. ഇപ്പൊ എനിക്ക് എന്നോടൊരു ദേഷ്യമുണ്ട്. ഇപ്പൊ എലിയുടെ അടുത്ത് നമ്മള് പോയിട്ട് കുറച്ച് ദിവസം പുറകെയൊക്കെ നടന്ന് വീണ്ടും അത് സെറ്റ് ആയി. എന്താ ഡിസ്കോ കളിക്കണം നീ? ഓ, മറ്റേ ഞാൻ ഈ ജുഗുറു അപ്പൊ ഇപ്പൊ പോയിട്ട് എലിയുടെ അടുത്ത് നമ്മൾ 1-2 പഞ്ചാര വർത്താനൊക്കെ പറഞ്ഞ് അവള് സെറ്റ് ആയി വരുമ്പോ അവളെ ഇഗ്നോർ ചെയ്യാൻ വീണ്ടും. എങ്ങനെ ഉണ്ടായില്ലേ? ഓ നമ്മൾ കൊതിപ്പിച്ചിട്ട് കടന്നു അത് തന്നെ കാര്യം. പക്ഷെ എന്റെ ഒരു അഭിനയത്തിൽ പോലും അവൾക്ക് ഒരിക്കലും ഈ വട്ടം ഹോണസ്റ്റ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റൂല. പക്ഷേ ഇത് ഇന്നലെ ഞാൻ കണ്ടപ്പോ പറഞ്ഞേ വാസുവിനെ ഓർമ്മിക്കാൻ വേണ്ടി ഇപ്പൊ കൂടെ ഒരു കുരങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ടോ? ഇത് നീ കൈ നിട്ടല്ലേ? അല്ല വായി തന്നതാ എലിയുടെ എലിയുടെ നിന്റെയാ? എലിയുടെ